തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരി, നിനക്ക് വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന നിക്കോദേമൂസിനെ കുറിച്ച് നമ്മൾ വായിക്കും. അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യേശു അവനോട് സംസാരിക്കുക, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമെന്നും ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവെന്നും പറഞ്ഞ് അവനെ നിത്യജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇതിനുശേഷം സുവിശേഷങ്ങളിൽ മറ്റൊരിടത്തും ഈ നിക്കോദേമൂസിനെ കാണുകയില്ല. എന്നാൽ പിന്നീട് നമ്മൾ ഇങ്ങനെ അറിയും, യേശുവിനെ സംസ്കരിക്കാൻ വരുന്നവരിൽ ഒരാൾ നിക്കോദേമൂസ് ആയിരുന്നുവെന്ന്. അവൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന നിക്കോദേമൂസ്. അവൻ്റെ ശിഷ്യന്മാരെല്ലാവരും പരസ്യമായിട്ട് അവനോടൊപ്പം കൂടെ നടന്ന എല്ലാവരും അവനെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒരു മനുഷ്യൻ തിരികെ വരുന്നു. അവനെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന മനുഷ്യൻ കല്ലറയിൽ സൂക്ഷിക്കാനായി അവനെ എടുത്തുകൊണ്ടു പോകുന്നു. അത്ര നാളും അവനോടൊപ്പം ശാരീരികമായി നടന്ന മനുഷ്യരാരും അവനോടൊപ്പമില്ല. ഹൃദയത്തിൽ ക്രിസ്തുവിനെ സൂക്ഷിച്ചിരുന്ന നിക്കോദേമൂസിന് ക്രിസ്തുവിൻ്റെ ശരീരം സ്വന്തമായി തീരുന്നു. അത്രയും നാളും യേശുവിൻ്റെ രഹസ്യശിഷ്യനായിരുന്ന ജോസഫിന് ക്രിസ്തുവിൻ്റെ ശരീരം സ്വന്തമായി തീരുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യനാവുക എന്നതിന് അർത്ഥം ശാരീരികമായിട്ട് അവനോട് ചേരുക എന്നതല്ല, ആത്മീയമായിട്ട് അവനോട് ചേർന്നിരിക്കുക എന്നു തന്നെ. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമെന്നും ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവെന്നും ക്രിസ്തു നിക്കോദേമൂസിനെ ഓർമ്മിപ്പിച്ചു വിടുമ്പോൾ, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്ന ആത്മാവിനെക്കുറിച്ച് അറിഞ്ഞ നിക്കോദേമൂസ് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വസിച്ചിരുന്ന ആത്മാവിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അവൻ്റെ രഹസ്യശിഷ്യനായിരുന്ന ജോസഫ് ക്രിസ്തുവിൻ്റെ ശരീരം സ്വന്തമാക്കാൻ തക്കവിധം ഭാഗ്യമുള്ളവരായിത്തീരുന്നു. എന്നാൽ ക്രിസ്തുവിനോടൊപ്പം നടന്ന അവൻ്റെ ശാരീരിക സാന്നിധ്യത്തിൽ ഒത്തിരി സന്തോഷിച്ചിരുന്ന ശിഷ്യന്മാർ അവനിൽ നിന്ന് വിട്ടുപോകുന്നു. ദൈവത്തെ ആത്മാവാണെന്ന് തിരിച്ചറിയാം. ആത്മാവിൻ്റെ സാന്നിധ്യമുള്ള മനുഷ്യരെ തിരിച്ചറിയുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം